സുവിശേഷങ്ങളിൽ ഏറെ പരാമർശിക്കപ്പെടുന്നതും യേശുവിൻ്റെ സ്വന്തം നഗരം എന്നറിയപ്പെടുന്നതുമായ കഫർനാമിൻ്റെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ചും പുരാവസ്തു വിസ്മയങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് വിശുദ്ധ നാടിൻ്റെ മുൻ കസ്റ്റോസ് ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ OFM ഗലീലി കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കഫർനാമിൻ്റെ അവശിഷ്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഏതൊരു തീർത്ഥാടകനും യേശുവിൻ്റെ വാക്കുകളുടെയും ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പഠനങ്ങളുടെയും ആത്മീയ അനുഭവം നേരിട്ടറിയാൻ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 6 ഹെക്ടറോളമുള്ള കഫർനാമിൻ്റെ 2/3 ഭാഗവും ഫ്രാൻസിസ്കൻ സഭയുടെ സംരക്ഷണത്തിലാണ്. വടക്കു പടിഞ്ഞാറൻ ഗലീലെ കടൽ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 210 മീറ്റർ താഴെയായി സ്ഥിതി ചെയ്യുന്ന കഫർനാം വ്യാപാരപരമായും തന്ത്രപ്രധാനമായ സ്ഥാനത്തുമുള്ള ഒരു പ്രധാന നഗരമായിരുന്നു. അതുകൊണ്ടാണ് യേശു തൻ്റെ സ്വന്തം ഗ്രാമമായ നസ്രത്ത് വിട്ട് കഫർനാം തൻ്റെ പ്രഘോഷണങ്ങളുടെ കേന്ദ്രമാക്കാൻ തിരഞ്ഞെടുത്തത്. ഇവിടെ വെച്ചാണ് പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, മത്തായി എന്നീ അപ്പസ്തോലന്മാരെ യേശു തൻ്റെ ഒപ്പം കൂട്ടുന്നത്. ഇന്ന് കഫർനാമിലെത്തുന്ന ഒരു തീർത്ഥാടകനെ കാത്തിരിക്കുന്ന പ്രധാന കാഴ്ചകൾ ഇവയൊക്കെയാണ്. അതിൽ ഒന്നാമത്തേതാണ് വിശുദ്ധ പത്രോസിന്റെ ഭവനം. 1968 ഫ്രാൻസിസ്കൻ പുരാവസ്തു ഗവേഷകരായ ഫാദർ വിർജീലിയോ കോർബായും ഫാദർ സ്റ്റാൻസ്ലോവിയോ ലോഫ്രെഡിയും നടത്തിയ ഖനനങ്ങളിലൂടെയാണ് പത്രോസിന്റെ വീടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ വീടിന്റെ ഒരു ഭാഗം പിന്നീട് ക്രൈസ്തവരുടെ പ്രാർത്ഥനാ കേന്ദ്രമായി മാറിയിരുന്നു. 5-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ഈ വീടിന് മുകളിലായി 8 കോണുകളുള്ള ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. പുരാതന ചുവരുകളിൽ യേശുവിന്റെ നാമവും പ്രതീകങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. വിശുദ്ധ പത്രോസിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന കൃത്യമായ സ്ഥലം തീർത്ഥാടകർക്ക് കാണിച്ചു കൊടുക്കുന്നതിനാണ് ഈ പ്രത്യേക ആകൃതിയിലുള്ള ദേവാലയം നിർമ്മിച്ചത്. അതിൽ രണ്ടാമത്തേതാണ് യേശുവിന്റെ കാലത്തെ സിനഗോഗ്. കഫർനാമിലെ ഏറ്റവും ആകർഷകമായ മറ്റൊരു കാഴ്ച വെളുത്ത സിനഗോഗാണ്. കഫർനാമിലെ സാധാരണ വീടുകളെല്ലാം കറുത്ത ബസാൾട്ട് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചപ്പോൾ ഈ സിനഗോഗ് കിലോമീറ്ററുകൾ അകലെ നിന്നെത്തിച്ച വലിയ വെളുത്ത ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ സിനഗോഗ് AD 200 നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും ഇതിന്റെ തറയ്ക്ക് താഴെയായി 1-ാം നൂറ്റാണ്ടിലെ ബസാൾട്ട് കല്ലുകൾ കൊണ്ടുള്ള വലിയൊരു പ്രാർത്ഥനാ മന്ദിരത്തിന്റെ തറ കണ്ടെത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ പറയുന്ന യേശു നേരിട്ട് സന്ദർശിച്ച വചനം പ്രഘോഷിച്ചതുമായ ആ പുരാതന സിനഗോഗ് ഇത് തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ 3-ാമത്തേതാണ് ക്രൈസ്തവ യഹൂദ സഹവർത്തിത്വം. AD 4 മുതൽ 7 വരെയുള്ള ബൈസന്റൈൻ കാലഘട്ടത്തിൽ കഫർനാമിൽ ക്രൈസ്തവ ഭൂരിപക്ഷവും യഹൂദ ന്യൂനപക്ഷവും പരസ്പര ബഹുമാനത്തോടെയും സൗഹൃദത്തോടെയുമാണ് ജീവിച്ചിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ വെവ്വേറെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന രീതിയിൽ നിന്ന് വേറിട്ടൊരു അപൂർവ കാഴ്ചയായിരുന്നു ഇത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചറിഞ്ഞ സുവിശേഷ സംഭവങ്ങളും യേശുവിൻ്റെ അത്ഭുതങ്ങളും നേരിട്ട് അനുഭവിച്ചറിയാൻ കഫർനാമിലെ ഈ പുരാതന അവശിഷ്ടങ്ങൾ സഹായിക്കുമെന്നും ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ കൂട്ടിച്ചേർത്തു.